ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പല കൂട്ടുകെട്ടുകളും നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകെട്ടിന്റെ വാർത്ത വരികയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ആ കിടങ്ങൂരിൽ ജോസഫ് ഗ്രൂപ്പ് UDF ആണ് ഭരിക്കുന്നത്. അവിടെ UDF ഭരിക്കാൻ കാരണം BJPയുടെ പിന്തുണയാണ്. അത് വലിയ വിവാദമായപ്പോൾ, വലിയ വാർത്തയായപ്പോൾ ആ പിന്തുണ സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ UDF ജോസഫ് ഗ്രൂപ്പ് പുറത്താക്കുന്ന ഒരു വാർത്ത കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ മുൻപിലേക്ക് വന്നിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അത് വാർത്തയാകാൻ കാരണം ആ സമയത്ത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ടത് വലിയ വാർത്തയായി. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അന്ന് പുറത്താക്കിയ ആളുകളെയൊക്കെ ജോസഫ് ഗ്രൂപ്പ് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ തിരിച്ചെടുക്കില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചെടുത്തു? ആ തിരിച്ചെടുക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം. സനോജ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. സനോജ്, ഗുഡ് മോർണിംഗ്. ഇത് വലിയ വാർത്തയായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് ഈ വാർത്ത പുറത്തു വരികയും ഈ BJP പിന്തുണ സ്വീകരിച്ചവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതാ BJPക്കൊക്കെ എതിരാണ് എന്ന് അന്ന് UDF വലിയ പ്രചരണം നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അന്ന് നടപടി സ്വീകരിച്ച് എല്ലാവരെയും തിരിച്ചെടുത്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊക്കെ ഇല്ലാതായോ? എന്താണ് ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള കാരണം സനോജ്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളൊക്കെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ആ സമയത്താണ് കിടങ്ങൂർ പഞ്ചായത്തിൽ ഭരണമാറ്റം ആവുന്നത്. ആ ഭരണമാറ്റം എന്ന് പറയപ്പെടുന്നത് BJP UDF കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഭരണമാറ്റം ഉണ്ടായത്. 3 അംഗങ്ങൾ മാത്രമുള്ള UDF, അതായത് ജോസഫ് വിഭാഗത്തിലെ 3 പേർ മാത്രമുള്ള UDFന് 5 അംഗങ്ങളുള്ള BJPയുടെ പിന്തുണയോടുകൂടി കിടങ്ങൂർ പഞ്ചായത്തിൽ ഭരിക്കുവാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്ഷമിക്കണം. അങ്ങനെ ഭരണം ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിലായതുകൊണ്ട് തന്നെ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു. കാരണം BJPയുടെ പിന്തുണയിൽ UDFിലെ ഒരു അംഗം പഞ്ചായത്ത് പ്രസിഡന്റാകുന്നു. തോമസ് മാളിയേക്കൽ എന്ന ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിനെ തുടർന്ന് വാർത്തയായതിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചയാകുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും ചർച്ചയായപ്പോഴേക്കും മുഖം രക്ഷിക്കാൻ എന്ന പേരിൽ ജോസഫ് ഗ്രൂപ്പ് ഇവരെ 3 പേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. പാർട്ടിയിൽ നിന്നും BJPയുമായി കൂട്ടുകൂടി എന്നതിന്റെ പേരിലാണ് കടുത്തുരുത്തി MLA കൂടിയായിട്ടുള്ള മോൻ ജോസഫിന്റെ ഇടപെടലിലൂടെ അധികാരത്തിൽ വന്ന ഇവർ പിന്നീട് ഈ സ്ഥാനത്തു നിന്നും ഇവരെ 3 പേരെയും പുറത്താക്കുന്നത്. പുറത്താക്കിയതിനു ശേഷം പിന്നീട് 6 മാസക്കാലത്തിലേറെ ജോസഫ് ഗ്രൂപ്പും UDFും ഒപ്പം തന്നെ BJPയും കൂടി ഒരുമിച്ച് കിടങ്ങൂർ പഞ്ചായത്ത് ഭരണം ഭരിക്കുന്നു. ഇതിനിടയിൽ പിന്നീട് 6 മാസത്തിന് ശേഷം അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ ഈ അവിശ്വാസത്തിൽ ഇവർ പരാജയപ്പെടുകയും അങ്ങനെ LDF ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. LDF ഭരണം തിരിച്ചുപിടിച്ച് നിലവിൽ LDFിന്റെ നേതൃത്വത്തിലാണ് ഭരണസമിതി അവിടെ മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ 3 പേരെ, അതായത് അന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി പുറത്താക്കിയ UDFിലെ 3 പേരെ, തോമസ്, സിബി, കുഞ്ഞുമോൾ എന്ന് പറയപ്പെടുന്ന 3 പഞ്ചായത്ത് അംഗങ്ങളെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത്. ഇന്നലെ ജില്ലാ പ്രസിഡന്റ്, അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ കഴിഞ്ഞ കുറച്ചു കാലമായി BJPയുമായി യാതൊരു ബന്ധമില്ലായിരുന്നുവെന്നും അതിനാൽ അവരുടെ അപേക്ഷ ലഭിച്ചുവെന്നും ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത് എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ BJPയുമായി ഇവർ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ഈ 6 മാസക്കാലം ഇവർ ഭരിച്ചു. ആ ഭരിച്ചതിനെ തുടർന്ന് LDF അവിശ്വാസം കൊണ്ടതും ആ അവിശ്വാസത്തിൽ UDFുകാർ പരാജയപ്പെട്ട് പുറത്തു പോവുകയും പിന്നീട് LDF അധികാരത്തിൽ വരികയും ചെയ്തു. ഇതിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് അവർക്ക് BJPയുമായി ബന്ധപ്പെടാൻ അവസരം ലഭിക്കില്ല എന്ന് പറയുന്ന വാദം. കാരണം ഇവർക്ക് അധികാരം, അതായത് അവിശ്വാസത്തിലൂടെ LDF പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇവർ വീണ്ടും അധികാരത്തിൽ തുടരുകയും BJP പിന്തുണയിൽ അവിടെ ഭരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവായി പോവേണ്ടി വന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അന്ന് എടുത്ത നടപടി റദ്ദാക്കിയിരിക്കുന്നു. അവരെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വെറും ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി മാത്രം പുറത്താക്കിയ 3 പേരെയാണ് ഇപ്പോൾ വീണ്ടും ജോസഫ് ഗ്രൂപ്പ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടുള്ളത്. മനു, ശരി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് സനോജ് നടക്കുന്നത്. സനോജ്, നമുക്കിത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഈ ന്യായീകരണം, ഇപ്പോൾ അവർക്ക് BJPയുമായി ബന്ധമില്ല, അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുത്തത് എന്ന ന്യായീകരണം എത്ര കണ്ട് നിലനിൽക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.